ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റെസൊല്യൂട്ട് അക്കാഡമി. ഇന്ന് നമ്മൾ റീസണിങ്ങിലെ കോഡിംഗ് ഡീകോഡിംഗ് ചാപ്റ്ററിൻ്റെ നാലാമത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും പാർട്സ് ഉണ്ട്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് ഇങ്ങനെയൊരു സംഭവം തന്നിട്ടുണ്ട്. വാട്ട് ദേ ഹാവ് ഡൺ, മോളിൽ കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ അതിൻ്റെ കറസ്പോണ്ടിങ് കോഡ്സ്. ഓക്കെ, കറസ്പോണ്ടിങ് കോഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഐ മീൻ ബൈ കറസ്പോണ്ടിങ് കോഡ്സ് എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ കോഡ് 6 ആണ്, ഐയുടെ കോഡ് സ്റ്റാർ ആണ്. സോ അതേപോലെ അങ്ങറ്റം വരെ അത് കറസ്പോണ്ടിങ് കോഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് അഡീഷണൽ നമുക്ക് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ശ്രദ്ധിക്കേണ്ട കാര്യം. സി, നമ്മുടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് എന്താണ്? ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ വോവൽ ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഈസ് എ കൺസണന്റ്, ദ കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്ഡ്. അർത്ഥം എന്താണ്? നമുക്കൊരു വേർഡ് തന്നേക്കും. ആ വേർഡിൽ ഫസ്റ്റ് ലെറ്റർ വോവൽ ആണെങ്കിൽ ലാസ്റ്റ് ലെറ്റർ കൺസണന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വവലിൻ്റെ കോഡ് കൺസണൻറ്റിന് കൊടുക്കണം, കൺസണൻറ്റിൻ്റെ കോഡ് വവലിന് കൊടുക്കണം. കോഡ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യണം. ബാക്കിയുള്ള ലെറ്റേഴ്സിന് ഒന്നും മീനിങ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള വേർഡ് ലെറ്റേഴ്സ് അതേപോലെ താഴെ അതിൻ്റെ കോഡ് എന്താണോ എഴുതിയെടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ കൺസെപ്റ്റാണ്. സോ ഇതേപോലെ തരുമ്പോൾ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നോട്ടായിട്ട്, ചെറിയ നോട്ടായിട്ട് എഴുതിയെടുക്കുക. കാരണം എല്ലാ തവണ കണ്ടീഷൻസ് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ആദ്യത്തേത് വവലാണ്. ലാസ്റ്റ് ലെറ്റർ എന്താണ്? കൺസണൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ കോഡ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഡബിൾ ആർ ഇടുമ്പോൾ എനിക്ക് മനസ്സിലാവും അതെന്താണ് ഇൻ്റർചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ മനസ്സിലാവുന്ന ആ രീതിയിൽ ഒരു സിമ്പിൾ കൊടുക്കുക. ഇത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്താണ്? ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കൺസോണന്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ, ബോത്ത് ആർ ടു ബി കോഡഡ് ആസ് ദ കോഡ് ഫോർ വവൽ. ഫസ്റ്റ് കൺസോണന്റ് ആണ്, ലാസ്റ്റ് വവൽ ആണെങ്കിൽ ഈ വവലിൻ്റെ കോഡ് തന്നെ രണ്ടുപേർക്കും ആകും. വവലിന് അതിൻ്റെ കോഡ് തന്നെ, ഈ കൺസോണന്റിനും അതേ കോഡ്, വവലിന് എന്താണോ കോഡ് അത് തന്നെ ഈ കൺസോണന്റിനും കൊടുക്കുക. സോ ഒരു വേർഡിൽ ഫസ്റ്റ് ലെറ്റർ കൺസോണന്റ് ആണ്, ലാസ്റ്റ് ലെറ്റർ വവൽ ആണെങ്കിൽ വവലിനൊരു കോഡ് കാണുമല്ലോ. ഇവിടെ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ എക്ക് ഒരു 7 വവലാണ്, 7 ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ വവൽ ആണെങ്കിൽ ആ 7 തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കൺസോണന്റിനും കൊടുക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ബോത്ത് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് ആർ വവൽസ്, ബോത്ത് ആർ ടു ബി കോഡഡ് ആൻഡ്. ഓക്കെ, സോ തേർഡ് കണ്ടീഷൻ പറയുന്നത് ഫസ്റ്റ് ലെറ്ററും വവലാണ്, ലാസ്റ്റ് ലെറ്ററും വവലാണെങ്കിൽ രണ്ടുപേർക്കും ആൻഡ് എന്നുള്ള കോഡ് കൊടുക്കുക. നമുക്ക് ഈ എല്ലാ കോഡ്സിലും, എല്ലാ കണ്ടീഷൻസിലും ഫസ്റ്റും ലാസ്റ്റിനെ കുറിച്ച് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ ആവുകയാണെങ്കിൽ ലാസ്റ്റ് ലെറ്റർ ഇങ്ങനെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിലുള്ള മാത്രമേ നമ്മൾ ചേഞ്ചസ് നോക്കാവൂ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വേർഡ് നോക്ക്. ഫസ്റ്റ് വേർഡ് MEAPTD എന്നാണ്. ഇവിടെ കിടക്കുന്ന 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും അപ്ലൈ ആവുന്നുണ്ടോ? ഫസ്റ്റ് ലെറ്റർ കൺസോണന്റ് ആണ്, ലാസ്റ്റ് കൺസോണന്റ് ആണ്. ഫസ്റ്റും ലാസ്റ്റ് കൺസോണന്റ് വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. നടുക്കത്തെ ഒരു ലെറ്ററിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ കിടക്കുന്ന ലെറ്റേഴ്സിന് മുകളിൽ എന്ത് കോഡാണോ ഉള്ളത് അതങ്ങ് താഴെ നോക്കുക ഏത് ഓപ്ഷനാണ് കിടക്കുന്നത്, ആൻഡ് ജസ്റ്റ് അത് ആൻസറിൽ മാർക്ക് ചെയ്യുക. സോ എമ്മിൻ്റെ കോഡ് നമുക്ക് അവിടെ മുകളിൽ 6 ആണെന്ന് അറിയാം. സോ ഞാനിപ്പോൾ എഴുതി കാണിക്കുന്നത്, നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല, ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഇയുടെ കോഡ് എന്താണ്? ഇ എന്ന് പറയുന്നത് @ ആണ്. അത് കഴിഞ്ഞിട്ട് എ എന്ന് പറയുന്നത് 7 ആണ്. അത് കഴിഞ്ഞിട്ട് പി എന്ന് പറയുന്നത് ഹാഷ് ആണ്. ടി എന്ന് പറയുന്നത് @ ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് 9 ആണ്. സോ ഇത് നമുക്ക് ഏത് ഓപ്ഷനിലുണ്ടോ അതാണ് നമുക്ക് നോക്കേണ്ടത്. 6 @ 7 ഹാഷ് ഒരുണ്ട്. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ടി എന്നുള്ളത് @ അല്ല, ടി കോപ്പിറൈറ്റ് ആണ്. പ്ലീസ് മേക്ക് ദ കറക്ഷൻ. ടി @ അല്ല, @ നമുക്കിവിടെ ഓൾറെഡി ഈക്ക് ഉണ്ട്. ഓക്കെ, സോ ടി കോപ്പിറൈറ്റ് ആണ്. സോ ദിസ് ഇസ് അവർ ആൻസർ. ഓക്കെ, ഇവിടെ @ അല്ല വരേണ്ടത്, കോപ്പിറൈറ്റ്. പ്ലീസ് കറക്ഷൻ ചെയ്തോളൂ. അടുത്ത നോക്ക്, രണ്ടാമത്തെ വേർഡ് BMJKPU. ഇവിടെ ഫസ്റ്റ് കൺസോണന്റ്, ലാസ്റ്റ് വവൽ. ഫസ്റ്റ് കൺസോണന്റ് ലാസ്റ്റ് വവൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വവലിന് എന്താണോ കോഡുള്ളത് അത് തന്നെ കൺസോണന്റ് കൊടുക്കണം. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സോ നമുക്ക് BU, അപ്പോൾ ബിക്ക് യുടെ കോഡ് എന്താണോ അത് തന്നെയാണ് ബിക്ക് വരേണ്ടത്. യു എന്ന് പറയുന്നത് അവിടെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ബിക്കും പെർസെൻറ്റേജ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നടുക്കത്തെ ലെറ്റേഴ്സിനൊന്നും പറഞ്ഞിട്ടില്ല, ലാസ്റ്റിലും പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും. നടുക്ക് എമ്മിന് എന്താണ് വരേണ്ടത്? 6. ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. അത് കഴിഞ്ഞിട്ട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഷ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. രണ്ട് സൈഡിൽ പെർസെൻറ്റേജ് ഉള്ള കോഡ് നോക്കും. ഇവിടെ 615 #%. സോ ദിസ് ഈസ് ആർ ആൻസർ. ഓക്കെ, സോ എവിടേക്കാണോ ചേഞ്ച് വരുത്താൻ പറഞ്ഞെങ്കിൽ അത് മാത്രം ചേഞ്ച് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം ആസ് ഇറ്റ് ഈസ് വെച്ചേക്കുക. അത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വവലാണ്, ലാസ്റ്റ് കൺസോണന്റ് ആണ്. ഫസ്റ്റ് വവലും ലാസ്റ്റ് കൺസോണന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെ കോഡ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി തിരിക്കണം. വവലിൻ്റെ കോഡ് കൺസോണന്റ് കൊടുക്കണം, കൺസോണൻ്റെ കോഡ് വവലിന് കൊടുക്കണം. അപ്പോൾ ഐയുടെ കോഡ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ഐയുടെ കോഡ് എന്താണ്? ഐ എവിടെ പോയി? ഐയുടെ കോഡ് സ്റ്റാർ ആണ്. സ്റ്റാർ ലാസ്റ്റിലോട്ട് പോകും. വൈയുടെ കോഡ്, വൈ എന്താണ്? $. അത് നമുക്ക് ഫസ്റ്റിൽ കൊണ്ടുവരണം. ബാക്കിയുള്ളത് ആസ് ഇറ്റ് ഈസ്.
പിയുടെ കോഡ് എന്ന് പറയുന്നത് പി നമുക്ക് ഹാഷ് ആണ്. ഓക്കെ, ഹാഷ്. നിങ്ങൾ എക്സാമിൽ ചെയ്യുമ്പോൾ താഴെ ഓപ്ഷൻസ് നോക്കി പോവുക. ടി എന്ന് പറയുന്നത് എന്താണ്? കോപ്പിറൈറ്റ്. അടുത്ത ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? W2. പിന്നെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H എവിടെ പോയി? 4. സോ ഈ ഓപ്ഷൻ നോക്ക്. ഡോളർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ ഹാഷ് കോപ്പിറൈറ്റ് 24 സ്റ്റാർ. ഇവിടെ സ്റ്റാർ വന്നിട്ടില്ല. ഓക്കെ, ഡോളർ ഹാഷ് കോപ്പിറൈറ്റ് 24 സ്റ്റാർ. ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ദ ആൻസർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. നമുക്ക് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ലെറ്റ്സ് ട്രൈ ടു സോൾവ് ഇറ്റ്. അടുത്ത് നോക്ക്. ഇവിടെ അഗെയിൻ ഇതുപോലെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് ലെറ്റർ. ഓക്കെ, ഫൈൻ. ലെറ്റ്സ് സി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിനുള്ള കോഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഇസ് ഓഡ് നമ്പർ ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ഇസ് ഈവൻ നമ്പർ, കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്. സോ ഫസ്റ്റ് ഓഡ് ആണ്. ഓക്കെ, ആദ്യത്തത് ഓഡാണ് ആൻഡ് ലാസ്റ്റ് എന്താണ്? ഈവൻ ആണെങ്കിൽ കോഡ്സ് ഇന്റർചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇന്റർചേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? ദ ഫസ്റ്റ് നമ്പർ ഇസ് ഈവൻ നമ്പർ ആൻഡ് ദ ലാസ്റ്റ് നമ്പർ ഇസ് ഓഡ് നമ്പർ, ബോത്ത് ആർ ടു ബി കോഡഡ് ആസ് ദ കോഡ് ഫോർ ദ ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഫസ്റ്റ് ഈവൻ ആണ് ആൻഡ് ലാസ്റ്റ് ഓഡ് ആണെങ്കിൽ ഓഡ് നമ്പറിന് എന്താണ് കോഡുള്ളത് അത് തന്നെ ഇതിനും കൊടുക്കുക. രണ്ടുപേർക്ക് സെയിം കോഡ് ആക്കുക. ഓഡ് നമ്പറിനുള്ള കോഡ് തന്നെ ഈവൻ നമ്പറിനും കൊടുക്കുക. ഇഫ് ബോത്ത് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്, ബോത്ത് ആർ ടു ബി കോഡഡ് പ്ലസ്. ഓക്കെ, സോ ഇവിടെ ഇത് എല്ലാം ഫസ്റ്റും ലാസ്റ്റും ആയിരുന്നു. ഇനി അടുത്ത് പറയുന്നത് ഫസ്റ്റും തേർഡും ആണ്. ഫസ്റ്റ് എന്താണ്? ഓഡ് നമ്പറാണ് ആൻഡ് തേർഡും എന്താണ്? ഓഡ് നമ്പറാണ്. അങ്ങനെ രണ്ടുപേർക്കും എന്ത് കൊടുക്കണം? പ്ലസ് സിമ്പിൾ കൊടുക്കണം. നാലാമത്തത്, ഇഫ് ഈവൻ നമ്പർ ഇസ് ഇമീഡിയറ്റ്ലി പ്രിസീഡഡ് ആൻഡ് ഫോളോഡ് ബൈ ഓഡ് നമ്പർ, ദെൻ ദ ഈവൻ നമ്പർ ഇസ് കോഡഡ് പെർസെൻറ്റേജ്. ഓക്കെ, ഒരു ഈവൻ നമ്പർ ഉണ്ട്, ഇറ്റ് ഈസ് പ്രിസീഡഡ് ആൻഡ് ഫോളോഡ് ബൈ ഓഡ് നമ്പർ. അതിന് മുന്നേയും പ്രിസീഡഡ് എന്ന് പറഞ്ഞാൽ മുന്നേ, അതിന് ശേഷവും ഓഡ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഈവൻ നമ്പറിന് കൊടുക്കേണ്ടത് സിമ്പിൾ പെർസെൻറ്റേജിനാണ്. ഈവൻ നമ്പറിന് മാത്രമേ പെർസെൻറ്റേജ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ആ നമ്പേഴ്സിനല്ല. ഓക്കെ, സോ നമുക്ക് നോക്കാം. 4 കണ്ടീഷൻസ് ഉണ്ട്. 4 വെച്ച് ശ്രദ്ധിച്ച് നോക്കി പോവാം. ഇവിടെ ഫസ്റ്റ് നടക്കുന്ന നമ്പേഴ്സ് എന്താണ്? 4, 5, 2, 3, 9. ഓക്കെ, സോ ആദ്യം ഫസ്റ്റ് ലാസ്റ്റിൻ്റെ കണ്ടീഷൻസ് നോക്കാം ഏതൊക്കെ ഉണ്ടെന്ന്. ഫസ്റ്റ് ഈവൻ ആണ്, ലാസ്റ്റ് ഓഡാണ്. ഫസ്റ്റ് ഈവൻ ലാസ്റ്റ് ഓഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കോഡ്, ആ ഓഡിൻ്റെ കോഡ് തന്നെ ഇപ്പുറത്ത് വരും. 9 ആണ്, 9ൻ്റെ കോഡ് ഹാഷ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 4ൻ്റെ കോഡ് ഓഡിൻ്റെ കോഡ് ഇപ്പുറത്ത് വരും, ഇവിടെയും അത് തന്നെ വരും, ഹാഷ്. ഓക്കെ, ഇനി അടുത്ത് ബാക്കി നോക്ക്. നമുക്ക് ഫസ്റ്റും തേർഡിൻ്റെ കാര്യത്തിൽ ഒരു സംഭവം ഉണ്ട്. ഫസ്റ്റും തേർഡ് ഓഡാണെങ്കിൽ ഫസ്റ്റും തേർഡ് ഓഡല്ല, അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈവൻ്റെ മുന്നേയും അപ്പുറത്തും ഇപ്പുറത്ത് ഓഡ് നമ്പർ ഉണ്ടോ നോക്കുക. ഇവിടെ നോക്ക്, ഇതൊരു ഈവൻ ആണ്, ഇതൊരു ഈവൻ നമ്പറാണ്. അതിൻ്റെ ഇപ്പർ സൈഡിൽ ഓഡാണ്, ഇപ്പർ സൈഡിൽ ഓഡാണ്. അങ്ങനെയാണെങ്കിൽ 2ൻ്റെ സ്ഥലത്ത് എന്ത് വരെ നമുക്ക് പ്ലസ് യൂസ് ചെയ്യണം. എല്ലാ കണ്ടീഷൻസ് നോക്കി പോകണം. പിന്നെ വേറെ ഒന്നിനും കണ്ടീഷൻസ് നമുക്ക് വർക്ക് ആവുന്നില്ല. 5യുടെ കേസ് എന്താണ്? 5, അപ്പോൾ അതേപോലെ എഫ് ഇടുക. എന്നിട്ട് 3 എന്ന് പറയുന്നത് വേർ ഇസ് 3 @ സോ ഈ സിമ്പിൾ ഇത് കോഡ് ഉണ്ടോ എന്ന് നോക്ക്. ഇത് ഈ പറയുന്ന ഇത് ഇവിടെ സോറി ഈവൻ പ്ലസ് അല്ല, പെർസെൻറ്റേജ് ആണ്. മൈ മിസ്റ്റേക്ക്. ഇവിടെ നമ്മൾ ഈവൻ്റെ അപ്പുറത്ത് പോകുന്ന പെർസെൻറ്റേജ് അല്ലേ? സോ ഹാഷ് എഫ് %@ ഹാഷ്. ആൻസർ സി. ഓക്കെ, ഞാൻ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കേസ് 4, 5, 2, 3, 9. നമ്മൾ ആദ്യം നമുക്ക് 3 തരത്തിലുള്ള കോഡുണ്ട്. ഫസ്റ്റ് ലാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫസ്റ്റ് തേർഡ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഈവൻ്റെ അപ്പുറത്ത് ഓഡ് വരാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ലാസ്റ്റിൻ്റെ കേസ് ആദ്യം നോക്കാം. ഫസ്റ്റ് ഇവിടെ ഈവൻ ആണ്, അപ്പുറത്ത് ഓഡാണ്. ഈവൻ ഓഡ് വരാണെങ്കിൽ ഓഡിൻ്റെ കോഡ് എന്താണോ അത് തന്നെ ഈവനും കൊടുക്കുക. ഈ ഓഡ് നമ്പറിൻ്റെ കോഡ് എന്താണ്? ഹാഷ് ആണ്. അതുകൊണ്ട് അവിടുത്തെ കോഡ് അവിടെ ഹാഷ് കൊടുത്തു, ഇവിടെ ഹാഷ് കൊടുത്തു. ഇനി നമ്മൾ നോക്കേണ്ട ഫസ്റ്റും തേർഡിലുള്ള റൂൾ അപ്ലൈ ആവുന്നുണ്ടോ എന്ന്. ഫസ്റ്റും തേർഡ് ഓഡ് ആണെങ്കിൽ രണ്ടിടത്ത് പ്ലസ് സിമ്പിൾ വരണം. പക്ഷേ ഫസ്റ്റും തേർഡ് ഓഡ് അല്ല, സോ അതുകൊണ്ട് അത് അപ്ലൈ ആവില്ല. ഇനി ഉള്ളത് ഈവൻ്റെ അപ്പുറത്ത് ഓഡ് ഉണ്ടോ എന്ന്. ഇവിടെ നോക്കി, ഈ ഒരു ഈവൻ നമ്പറാണ്, അതിൻ്റെ അപ്പുറത്ത് പ്രിസീഡഡ് ബൈ ഓഡ് നമ്പർ ഫോളോഡ് ബൈ ഓഡ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ആ ഈവൻ നമ്പർ നമ്മൾ പെർസെൻറ്റേജ് എന്ന് സിമ്പിൾ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ബാക്കി വേറെ നമ്പേഴ്സിന് ഒരു കോഡും പറഞ്ഞിട്ടില്ല, എക്സെപ്റ്റ് ഇത് കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതേപോലെ എടുക്കുക. 5യുടേത് എഫ് ആവും ആൻഡ് 3യുടേത് @ ആവും. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. ഇതാണ് നമ്മളിവിടെ, ഇതല്ലല്ലോ, ഇത് തന്നെ, ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ നോക്കുകയാണെങ്കിൽ ഈ നമ്പർ ഞാൻ അടുത്ത് അവിടെ മുകളിൽ എഴുതാം. 7, 2, 1, 6, 3. ഫസ്റ്റ് ലാസ്റ്റ് നോക്ക്. ഫസ്റ്റ് ലാസ്റ്റ് ഓഡാണ്. ഫസ്റ്റ് ലാസ്റ്റ് ഓഡ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫസ്റ്റ് ഓഡ്, സെക്കൻഡ് ഈവൻ, ലാസ്റ്റ് ഈവൻ വരാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഈവൻ ലാസ്റ്റ് ഓഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഫസ്റ്റ് ലാസ്റ്റ് ഓർഡർ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഫൈൻ. ഫസ്റ്റും തേർഡ് ഓർഡർ വരികയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റും തേർഡ് ഓർഡർ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ രണ്ടിടത്തും പ്ലസ് സിമ്പിൾ വരണം. ഓക്കെ. ഇനി ഏതെങ്കിലും ഒരു ഈവൻ നമ്പറിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ നോക്ക്. ഇതൊരു ഈവൻ നമ്പറാണ്, ഇപ്പുറത്ത് ഓർഡർ ഉണ്ട് അപ്പുറത്ത് ഓർഡർ ഉണ്ട്, അപ്പോൾ ഇത് പെർസെൻറ്റേജ് സിമ്പിളാവും. അതുപോലെ ഇതൊരു ഈവൻ നമ്പറാണ്, ഇത് ഇപ്പുറത്ത് ഓർഡർ ഉണ്ട് ഇപ്പുറത്ത് ഓർഡർ ഉണ്ട്, അപ്പോൾ ഇവിടെ എന്താവും, പെർസെൻറ്റേജ് ആവും. ഈ 3ക്ക് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ 3യുടെ കാര്യത്തിൽ ലാസ്റ്റിന് @ വരും. സോ ദിസ് ഷുഡ് ബി ദ ആൻസർ. സോ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്ക്. പ്ലസ് പെർസെൻറ്റേജ് @ ഇത് നടക്കണുണ്ടോ? ഓക്കെ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ്. ഓക്കെ. ഞാൻ വേണമെങ്കിൽ ഒരിക്കലും പറയാം. ഫസ്റ്റ് ലാസ്റ്റ് നമ്മൾ നോക്കി, രണ്ട് സൈഡിൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഓപ്ഷൻസ് പറഞ്ഞിട്ടില്ല. എന്നാൽ ഫസ്റ്റും തേർഡും ഓർഡർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7ഉം 1ഉം ഫസ്റ്റ് തേർഡ് ഓർഡറാണ്, അവിടെ രണ്ടിടത്തും പ്ലസ് സിമ്പിൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഈവൻ നമ്പറിൻ്റെ പ്രിസീഡഡ് ബൈ ഓർഡർ ഫോളോഡ് ബൈ ഓർഡർ ആണെങ്കിൽ ആ ഈവൻ നമ്പറിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കും. ഇവിടെ ഈ ഒരു ഈവൻ നമ്പർ ഉണ്ട്, അതിന് പ്രിസീഡഡ് ബൈ ഓർഡർ ആണ് ഫോളോഡ് ബൈ ഓർഡർ ആണ്, അപ്പോൾ ആ ഈവൻ നമ്പറിന് പെർസെൻറ്റേജ് കൊടുത്തു. അടുത്ത ഈവൻ നമ്പർ ഇതാണ്, പ്രിസീഡഡ് ബൈ ഓർഡർ ആണ് ഫോളോഡ് ബൈ ഓർഡർ ആണ്, ഇവിടെയും പെർസെൻറ്റേജ് കൊടുത്തു. ഇനി ഫസ്റ്റ് ലാസ്റ്റ് ഓർഡർ വരാത്ത ഒരു അർത്ഥം ഇതില്ലല്ലോ. ഫസ്റ്റ് ലാസ്റ്റ് ഓർഡർ ആണെങ്കിൽ നമുക്ക് വേറെ റൂളൊന്നുമില്ല, അപ്പോൾ അതിനുള്ള ഒറിജിനൽ ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദിസ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ കൺസെപ്റ്റാണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇത് നോക്ക്, 6 1 2 8 3. ഫസ്റ്റ് ഈവന് ലാസ്റ്റ് ഓർഡർ. ഫസ്റ്റ് ഈവൻ ലാസ്റ്റ് ഓർഡർ ആണെങ്കിൽ ആ ഓർഡറിൻ്റെ കോഡ് തന്നെ രണ്ടിടത്തും അപ്ലൈ ആവും. 3യുടെ കോഡ് എന്താണ്, @ ആണ്. ഇവിടെ @ ഇവിടെ @. ഇനി ഫസ്റ്റ് തേർഡിൻ്റെ കേസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫസ്റ്റ് തേർഡ് ഓർഡർ ആണെങ്കിൽ നമുക്കൊരു റൂൾ ഉണ്ട്, പക്ഷേ ഇവിടെ ഫസ്റ്റും തേർഡും ഓർഡർ അല്ല, ഈവൻ ആണ്, അത് നോക്കണ്ട. ഇനി ഈവൻ്റെ അപ്പുറം ഇപ്പുറം ഓർഡർ ആണെങ്കിൽ അത് നോക്കണം. ഈവൻ ഇതാണ്, ഇപ്പുറത്തെ ഓർഡർ ആണ് പക്ഷേ അപ്പുറത്ത് ഓർഡർ അല്ല. അടുത്ത് ഇത് ഇവിടെ ആണ്, ഇവിടെ ഈവൻ ആണ്, അപ്പുറത്ത് ഓർഡർ അല്ല. സോ ഇവിടെ ഓർഡർ അല്ല, അവിടെ ഈവൻ ഓർഡർ ആണ്. സോ ഇവിടെ ഒന്നും വേറെ വർക്കൗട്ട് ആവില്ല. ആ കൂടി ഒറ്റ കണ്ടീഷൻ മാത്രം, ഫസ്റ്റ് ലാസ്റ്റിന് മാത്രമേ വർക്കൗട്ട് ആവുന്നുള്ളൂ. ബാക്കിയെല്ലാം മോളുള്ളതുപോലെ എഴുതിയെടുക്കാം. 1 എന്ന് പറയുമ്പോൾ J ആണ്, 2 എന്ന് പറയുന്നത് G ആണ്, 8 എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. ഇത് കോഡിലുണ്ടോ എന്ന് നോക്കുക. തേർഡിൻ്റെ ഓപ്ഷനിൽ @ JG *@. ദിസ് ഇസ് ദ ആൻസർ. സിമ്പിൾ അല്ലേ? ഓക്കെ. എല്ലാ കണ്ടീഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ലാസ്റ്റ് കേസ് നോക്കാം. 8 5 6 4 2. അഗെയിൻ ഫസ്റ്റ് ലാസ്റ്റും ഈവൻ ആണ്. ഫസ്റ്റ് ലാസ്റ്റ് ഈവൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇനി നമുക്ക് ഫസ്റ്റ് തേർഡ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഫസ്റ്റ് തേർഡ് ഓർഡറും അല്ല. ഇനി ഈവൻ്റെ അപ്പുറം ഇപ്പുറം ഓർഡർ വരെയാണെങ്കിൽ ഇത് ഈവൻ ആണ്, പക്ഷേ ഇപ്പുറത്തൊന്നും ഇല്ല. ഇത് ഈവൻ ആണ്, ഇപ്പുറത്ത് ഓർഡർ ഉണ്ട് അപ്പുറത്ത് ഓർഡർ ഇല്ല. ഇത് ഈവൻ ആണ്, രണ്ട് സൈഡിലും ഈവൻ ആണ്. സോ ഒരു കണ്ടീഷനും വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഇവിടെ മുകളിൽ കിടക്കുന്ന കോഡ് അതേപോലെ എഴുതിയാൽ മതി. കണ്ടീഷൻസ് ഒന്നും ഇവിടെ വർക്കൗട്ട് ആവുന്നില്ല. *F 6 എന്നത് B, 4 എന്ന് പറയുന്നത് X ആൻഡ് 2 എന്ന് പറയുന്നത് G. സോ ഇത് കോഡ് എവിടെ കിടക്കുന്നത്? *FB XG, *FB XG ഇതാണ് കിടക്കുന്നത്, 4th ഓപ്ഷൻ. ഓക്കെ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ഇതാണ് നമ്മളെ പാർട്ട് 4. ഇതൊരു ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് 1 വളരെ ഈസി ആയിരുന്നു. ഇതിൽ കുറച്ച് കൂടുതൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. സോ ഇത് മാത്രമേ ഇതിൽ വ്യത്യാസം ഉണ്ടാവുള്ളൂ, കണ്ടീഷൻസ് കൂടി പോകുന്നത്. ഓക്കെ. ഇത് നമുക്ക് പ്രീവിയസ് ഇയർ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ്. സോ പ്ലീസ് മേക്ക് ഷുവർ പ്രാക്ടീസ് ചെയ്ത് പോകാം. വലിയ ഡിഫിക്കൽട്ട് അല്ല, ക്വസ്റ്റൻ അല്ല, ഫാമിലിയാരിറ്റി ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ബ്രിങ് അപ്പ് വിത്ത് ദ അഡ്വാൻസ്ഡ് കോഡിംഗ് ഡീകോഡിംഗ് ടോപ്പിക്. ഇതിലുള്ള കൺസെപ്റ്റിലുള്ള നമ്മളിപ്പോൾ ഇതുവരെയും ഈസി ക്വസ്റ്റൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഈസി ടൈപ്സ് ആണ്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രാക്ടീസ് ചെയ്ത് ഡിഫിക്കൽട്ടി ക്വസ്റ്റൻസ് കൂട്ടാം, എങ്ങനെ കണ്ടീഷൻസ് കൂട്ടി, അങ്ങനെ ആ രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതൊന്ന് കുറച്ചുകൂടെ ലെവൽ കൂടിയ ടൈപ്പാണ്. വി വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അതിൻ്റെ ടൈപ്സും അതിൻ്റെ പറയുന്ന പാറ്റേൺസും എല്ലാം ഡിസ്കസ് ചെയ്ത് വി വിൽ ലേൺ ദാറ്റ് ഓൾസോ. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോ കണ്ടതിന് താങ്ക് യു, ആൻഡ് പ്ലീസ് മേക്ക് ഷുവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.